മക്കളുടെ കാര്യം വല്ലതും തീരുമാനിച്ചോ? എൻ്റെ സ്കൂസേ, മക്കളെ കൂട്ടത്തിൽ നിർത്താനായിട്ട് നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? നിനക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ രാത്രിയും പകലും ഡ്യൂട്ടി, എനിക്കാണെങ്കിൽ തിരക്കോട് തിരക്ക്. അവരിവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കാൻ നമുക്ക് സമയം കിട്ടുമോ? ഇല്ല ചായ, അവരീ വന്നു കഴിയുമ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ആകും. ആകും. പക്ഷേ കഴിഞ്ഞ തവണ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഓർക്കുന്നില്ലേ, അവർക്ക് നാട്ടിലെ ഇവിടുത്തേനേക്കാൾ സന്തോഷം. പിള്ളേരങ്ങനെ പലതും പറയും. മോന്റെ കൂട്ടുകെട്ടും പോക്കൊന്നും അത്ര ശരിയല്ല. വല്യപ്പച്ചൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആമ്പിള്ളേരാണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കേണ്ടത് പോയി. മോളുടെ പോക്കാണെങ്കിലേ എപ്പോഴും മൊബൈലും കൊണ്ടാ നടപ്പ്. അവിടെ വല്ല സിനിമയോ പാട്ടോ വല്ലതും കാണുമായിരിക്കും. അതൊക്കെ എത്ര വലിയ കാര്യമാണോ? നാത്തോന്നില്ലേ? അവളുടെ 1-2 ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അളിയൻ എപ്പോഴും തിരക്കാണല്ലോ. നാളെ ഒരു ബിസിനസ് മീറ്റ് ഉണ്ട്, ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ രാജീവും ഫാമിലിയും കൂടി നിങ്ങളുടെ കൂടെ വരാമെന്നാണല്ലോ പറഞ്ഞിരുന്നോ? രാജീവ് സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങോട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, അതെ ഇവിടെ ആദ്യമായിട്ടാ വരുന്നെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടോ? എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സാം ഈസി എന്നാലും നീ ചായ എടുക്കാം. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങി. അല്ലെ ഇരിക്കാലേ. രാജീവായിരിക്കാം സൂസേ. നമുക്ക് ഇതാരൊക്കെയാണ് വീഡിയോ? രാജീവ് സുചിത്രല്ലേ? ഒരുപാട് നാളായാലും രണ്ടുപേരും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. സമയം കിട്ടണ്ടേ? അച്ഛനെന്തേ? കണക്ക് നോക്കുന്നു. ഓ എന്തെങ്കിലും വിശേഷം ഇല്ല? മതിയത്തോ മച്ചാ, ഒത്തിരി നാളെ കണ്ടിട്ടല്ലേ. ഒരു ഞായറാഴ്ച ആയി കഴിഞ്ഞാലേ മടിയാ, ഓരോരുത്തരും പോകാൻ ചടഞ്ഞു കുടങ്ങിയിരിക്കും. ഇന്ന് പിന്നെ രണ്ടും കൽപ്പിച്ചെങ്കിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. പവ്യാസേ, നേരത്തെ എത്തിയല്ലേ? അതെ സാർ. പിന്നെ മോനെ സുഖല്ലേ? വെരി ഗുഡ്. പഠിപ്പും കളിയൊക്കെ എങ്ങനെയുണ്ട്? രണ്ടും നല്ലതായി പോന്നാണ്ടി. മിടുക്കൻ. എനിക്ക് ഓക്കെ. അല്ല സുചിത്രേ, എന്തൊക്കെയാ മക്കളുടെ വിശേഷം? എന്താ മക്കളെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അവധി ദിവസമായ അവരെ കിട്ടില്ല. ഒരാള് ക്രിക്കറ്റായിട്ട് നടക്കും, ഒരാള് പാട്ടും ഡാൻസും ആയിട്ട്. അവരാകെ തിരക്കാണ്. ഓ, ഉമ്മച്ചന്റെ പുതിയ ഫ്ലാറ്റ് ഒന്ന് ശരിക്കും കാണട്ടെ. അത് സൂസിക്ക് ഈ ഭാഗത്തേക്ക് ജോലി മാറി കിട്ടിയപ്പോ അവളുടെ സൗകര്യാർത്ഥം ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഓ, ഇന്റീരിയർ ഒക്കെ നല്ല രസമായിട്ടുണ്ട്. വെരി ഗുഡ്. മോശോ, മദ്യക്കുപ്പികളൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് വെച്ചിരിക്കുകയാണല്ലോ. എന്തോന്നാ എൻ്റെ രാജീവേ, ഞാൻ വൈകിട്ട് 2 അടിക്കുമെന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ എന്നാത്തനാ ഇത് മറച്ചു വെക്കണം? ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്നാ ജീവിതം? പിന്നെ ഈ കാര്യത്തില് എന്റെ പെണ്ണുമ്പിള്ള ഒട്ടും പുറയിലല്ല. പിന്നെ അവൾക്ക് വൈനാ ഇഷ്ടം. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ, നാണം കെടുത്താതെ. ഉള്ള കാലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതാണ് അളിയന്റെ പോളിസി. പിന്നെ അല്ലാണ്ട് ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, അത് നമ്മൾ അടിച്ച് പൊളിച്ച് തന്നെ ജീവിക്കണം. ഇപ്പൊ എന്നാ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ 99 കഴിഞ്ഞ? ആന്റി ഓടിക്കോ? അങ്ങനൊന്നുമില്ല മോനെ, വല്ലപ്പോഴും കൂടെ അങ്കിളിനോട് കമ്പനി, അത്രേ ഉള്ളൂ. എന്റെ മമ്മിക്ക് കുടിക്കാൻ ഇഷ്ടല്ല. ആന്റി
ആന്റി കുടിക്കോ? ഇല്ല പോലെ വല്ലപ്പോഴും. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക എല്ലാ പെണ്ണുങ്ങളും മദ്യപിക്കും. ഭാഗ്യത്തിന് എന്റെ പെണ്ണുമ്പിള്ളക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ചായ ഇല്ല. ഡാഡി, ഞാൻ തത്തുമ്മയെ കാണാൻ പോട്ടെ. ഓ ശ്രദ്ധിക്കണം കേട്ടോ, അതിന് ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. ആ. ശരി, പോയി. ആ തത്തമ്മ ലവേഴ്സ് ഒക്കെ ഉണ്ട്. ചുമ്മാ ഒരു നേരം പോക്ക്. വാ നമുക്കെന്താ അങ്ങോട്ട് പോവാം. ഓ നമുക്ക് അവിടെ സ്ഥലമാക്കി ഇല്ലേ? പോയസ് കൊള്ളാതാ. ഇല്ല, നമ്മുടെ നാട്ടിൽ വന്ന അതേ ഫീലാണല്ലോ. അല്ല മച്ചാ, മക്കളുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അവര് നാട്ടിൽ അടിച്ചു വിളിക്കുകയല്ലേ. വല്യപ്പച്ചന്റെയും വല്യമ്മച്ചയുടെയും കൂട്ടത്തിൽ നിന്ന് പോരാനായിട്ട് രണ്ടുപേർക്കും കഴിയത്തില്ല. അളിയൻ അങ്ങനെ പറയരുത്. മക്കൾ ഈ പ്രായത്തിൽ അപ്പന്റെ അമ്മയുടെയും കൂട്ടത്തിൽ നിൽക്കണതാണ് നല്ലത്. ഈ പറഞ്ഞത് പോയി, ഇതാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. എന്റെ രാജീവേ, അവരുടെ കാര്യത്തിൽ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. ആവശ്യത്തിന് പൈസ, ഇന്റർനെറ്റ്, മൊബൈല് എല്ലാ ഫെസിലിറ്റീസും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരെന്നാലും ഇല്ല. ഇപ്പോഴേ അവൻ ചോദിക്കുന്നത് ബൈക്ക് വേണമെന്നാ പറയണ. ഡ്യൂക്ക് 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 അവള് സമ്മതിക്കണില്ല. കാരണം അവങ്ങനെ വെച്ചിരിക്കുക. സൗകര്യങ്ങൾ മാത്രം മതിയോ മക്കൾക്ക്? അവർക്ക് അപ്പന്റെയും അമ്മയുടെയും സ്നേഹവും സാമീപ്യം കൂടെ വേണ്ടേ? അവർക്ക് എല്ലാം കിട്ടുന്നുണ്ട്. സൂസി ദിവസവും വിളിക്കാറുണ്ട്. അതേപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും വിളിക്കുന്നുണ്ട്. അതല്ലല്ലോ വേണ്ടത് ഉമ്മച്ച. അവർക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, രാവും പകലും ഇല്ലാതെ. ഈ ഉമ്മച്ചന്റെ അടുത്ത് തർക്കിക്കാൻ ഞാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ അളിയന്റെ ഒരു കാര്യം, ചെയ്യാനുള്ളത് ചെയ്യേണ്ട സമയം ചെയ്യേണ്ട പോലെ ചെയ്ത അളിയന് കൊള്ളാം. ഇന്ന് രാവിലെ തോബിയസ് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യം അറിഞ്ഞത്. ആക്ച്വലി എന്തുണ്ടായത്? പോയി രാജീവ്, എന്റെ മകൻ. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. മോനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. എന്താ കാര്യം? മോന്റെ കൂട്ടുകെട്ട് ശരിയല്ലായിരുന്നു. ഏതോ മയക്കുമരുന്ന് കേസിൽ പോലീസ് പിടിച്ചു എന്നാ കേട്ടത്. അത് കേട്ടതോടെ ഹിച്ചാൻ തളർന്നു വീണു. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ ഒരു ഭാഗം തളർന്നുപോയി. സംസാരിക്കാൻ ബുദ്ധിമുട്ടായി. എന്നിട്ട് മോനെ ജാമ്യത്തിൽ ഇറക്കിയില്ലേ? ചാറ്റം പോയി മോന് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നു. മോളുടെ അവസ്ഥ എന്താ? എന്താ ചേച്ചി, മോള് ഓക്കെ അല്ലേ? സ്കൂളിൽ എല്ലാവരായിട്ടും മഴക്ക, പഠിപ്പിലും പിന്നാക്ക. അസോ വീട്ടിലെ വല്യപ്പച്ചനും വല്യമ്മച്ചയൊക്കെ ഇല്ലേ? രാജീവൻ തെറ്റുമിറ്റത് എനിക്ക് രാജീവൻ. എന്നോട് എപ്പോഴും പറയായിരുന്നു മക്കളെ ഇങ്ങ് കൊണ്ടുവരുന്നത്. നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഞാകത്തില്ല. എനിക്ക് തെറ്റുപറ്റി രാജീവൻ. എനിക്കെന്താ വാർക്കല നഷ്ടപ്പെട്ടു. ഉമ്മച്ച വിഷമിക്കാതിരിക്കെ. അളിയൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇനി എന്ത് ശരിയാകാനാ? എന്റെ ശരീരം തളർന്നു പോയി.
മക്കളും പോയി. ഉണ്ടായിരുന്ന സമാധാനം സന്തോഷവും പോയി. എല്ലാം പരീക്ഷണമാണ് ഉമ്മച്ച, വിഷമിക്കാതിരിക്കുക. മക്കള് നാട്ടിൽ സന്തോഷമായി കഴിയുന്നു എന്ന് പറഞ്ഞപ്പോ ഇച്ചയും കരുതി അവര് സന്തോഷമായിട്ട് കഴിയട്ടെ എന്ന്. പക്ഷെ ഇത്രയും വലിയൊരു ആപത്ത് വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഒരു കാര്യം പഠിച്ച് മക്കളെ നാട്ടില് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അപ്പനും അമ്മയും കാശുണ്ടാക്കാനായിട്ട് അഞ്ച് നാട്ടിൽ പോയത്. എന്റെ അനിയത്തെ നോക്ക് ഉണ്ടാക്കി. വിഷമിക്കാതിരിക്കുക. മക്കളെ നാട്ടിലെ ബന്ധുക്കളുടെ കൂടെയും ഹോസ്റ്റലിലും മറ്റും നിർത്തി മാതാപിതാക്കൾ അന്യനാട്ടിൽ പോയി മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ആർക്കു വേണ്ടിയാണോ സമ്പാദിക്കുന്നത് ആ മക്കൾ തന്നെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന്. സമ്പത്തോ സൗകര്യങ്ങളോ അല്ല, മാതാപിതാക്കളുടെ സാമീപ്യവും സ്നേഹവും വാത്സല്യവുമാണ് മക്കൾക്ക് വേണ്ടത്. ചിന്തിക്കുക, നിങ്ങൾ സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി?